ഇടുക്കിയിലെ ആദിവാസി തോട്ടം തൊഴിലാളി മേഖലകളിൽ ആശ്വാസമേകി ചെമ്പൻ കൊലുമ്പൻ സ്വാസ്ഥ്യ സേവാ യാത്ര സമാപിച്ചു. നാഷണൽ മെഡിക്കോസ് ഓർഗനൈസേഷൻ, സ്പൈസസ് ബോർഡ് ഓഫ് ഇന്ത്യ, വിവേകാനന്ദ മെഡിക്കൽ മിഷൻ എന്നിവ സംയുക്തമായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഇടുക്കി ആർച്ച് ഡാമിന് സ്ഥാനം കണ്ട ചെമ്പൻ കൊലുമ്പൻ മൂപ്പന്റെ സ്മരണ പുതുക്കി ജില്ലയിലെ ഉൾനാടൻ മേഖലകളിൽ ആരോഗ്യ സേവനം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു യാത്ര. ഇടുക്കി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി സംഘടിപ്പിച്ച 50 മെഡിക്കൽ ക്യാമ്പുകളിലായി 2500ഓളം രോഗികളാണ് ചികിത്സ തേടിയത്. കേരളത്തിലെ വിവിധ മെഡിക്കൽ ഡെന്റൽ കോളേജുകളിൽ നിന്നുള്ള 200ഓളം വിദ്യാർത്ഥികളും 100ഓളം ഡോക്ടർമാരും യജ്ഞത്തിന്റെ ഭാഗമായി. കേരള ആരോഗ്യ സർവകലാശാല VC മോഹൻ കുന്നുമ്മേൽ മെഡിക്കൽ ക്യാമ്പ് ഫ്ളാഗ് ഓഫ് ചെയ്തു. അടിമാലി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വിവേകാനന്ദ മെഡിക്കൽ മിഷന്റെ സഹകരണത്തോടെയായിരുന്നു പ്രവർത്തനം. കൊച്ചി എയിംസിന്റെ നേതൃത്വത്തിൽ എത്തിയ മൊബൈൽ മെഡിക്കൽ യൂണിറ്റ് വഴി 50ഓളം പേർക്ക് സങ്കീർണമായ ഡെന്റൽ ശസ്ത്രക്രിയകളും നടത്തി. തോട്ടം തൊഴിലാളികളുടെ ആരോഗ്യത്തിനായി NMOയുമായി സഹകരിച്ച് കൂടുതൽ പ്രവർത്തനങ്ങൾക്ക് ജില്ലയിൽ നേതൃത്വം നൽകുമെന്ന് സ്പൈസ് ബോർഡ് ചെയർപേഴ്സൺ സംഗീത വിശ്വനാഥ് പറഞ്ഞു. ഇടുക്കി ഡാം നിർമ്മാണത്തിന്റെ 50ാം വാർഷിക വേളയിൽ സംഘടിപ്പിക്കപ്പെട്ട ക്യാമ്പിൽ കൊലുമ്പൻ മൂപ്പന്റെ 4ാം തലമുറക്കാരെ ആദരിക്കുകയും ചെയ്തു. വരും ദിവസങ്ങളിൽ പ്രമുഖ ഡോക്ടർമാരെ ഉൾപ്പെടുത്തി ഇടുക്കി ജില്ലയുടെ വിവിധ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് കൂടുതൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുമെന്ന് നാഷണൽ മെഡിക്കോസ് ഓർഗനൈസേഷൻ സെക്രട്ടറി ഡോക്ടർ അരുൺ കടപ്പാൽ വ്യക്തമാക്കി. ജനം, ഇടുക്കി.